ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ JK. പല കുട്ടികളും മൊബൈൽ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത്, യൂട്യൂബ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാണാൻ പറ്റി 3 നിയമങ്ങൾ പഠിച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്. ചില കുട്ടികളൊക്കെ വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. പേടിക്കണ്ട, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ 3 നിയമങ്ങൾ പഠിച്ചാൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്റർ സെറ്റാണ് മക്കളെ. ആ 3 നിയമങ്ങൾ ഏതാണെന്നല്ലേ? ഈ 3 നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് തെറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ 3 നിയമങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയൊരു ചോദ്യം കാണിച്ചു തരട്ടെ. ഈ ചോദ്യത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മക്കൾ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിലേതാണ് കറക്റ്റ് ഫിഗർ, അല്ലെങ്കിൽ ഇതിലേതാണ് ശരിയായ ചിത്രം? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പോസ് അടിച്ച് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ ഒന്ന് പോസ് അടിച്ചില്ലേ? ഇനി ഇതിൽ ശരിയായ ആൻസർ ഏതാ? ഫസ്റ്റത്തെ ആണോ അതോ രണ്ടാമത്തെ ആണോ? കൺഫ്യൂഷൻ അല്ലേ? ചില കുട്ടികൾ പറയുന്നു ആദ്യത്തെയാണ്, ചില കുട്ടികൾ രണ്ടാമത്തെയാണ്. മക്കളെ, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 2 ചിത്രങ്ങളും ശരിയാണ്. ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. നോക്കുക. അപ്പൊ നോക്കി, ഈ ചിത്രത്തിലേക്ക് നോക്കി. ഈ 2 ഫിഗറും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഫിഗറാണ്. ഒരു ടോർച്ച് എന്നുള്ള ലൈറ്റ് വരുന്നു. അങ്ങനെ എയർ വായുവിലൂടെ വന്ന് എന്ത് ചെയ്യുന്നു? അത് ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതൊരു ഗ്ലാസിന്റെ ചെറിയ കഷ്ണമാണ്. ഗ്ലാസ്സിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ച് അതിനെ നമ്മൾ നോർമൽ എന്നാണ് പറയാ. അപ്പൊ ഈ നോർമലിനോട് ചേർന്നിട്ടാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സിലൂടെ ലൈറ്റ് വന്നിട്ട് എയറിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇങ്ങനെയുള്ള 2 ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ 2 ചിത്രങ്ങളും ശരിയാണ്. ഇതേപോലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കാണ്ട്, അതൊക്കെ ഈ ഒരു നിയമം വെച്ചാണ് പഠിക്കുക. അപ്പൊ നമുക്കൊരു 3 നിയമം നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ആ 3 നിയമങ്ങൾ. 1ാമത്തെ നിയമത്തിലേക്ക് കിടക്കുക. ഈ ഒരു പോയിന്റ് ഇത് വായിച്ചെന്താണ്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. എന്താണ് കൊടുത്തുള്ളത്? സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശം ലംബത്തോട് അടുക്കുന്നു. ടുവേർഡ്സ് ദ നോർമൽ, ലംബത്തിനോട് അടുക്കുന്നു. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. നോക്കൂ, വായുവിലൂടെ ലൈറ്റ് വന്ന് പിന്നീട് വാട്ടറിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ നോർമലിനോട്, ഇതാണ് നമ്മളെ നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം എന്നാണ്. ലംബത്തിനോട് ചേർന്നിട്ടാണ് വരിക. അതൊരു നിയമമാണ് മക്കളെ, ഓർത്തു വയ്ക്കുക. അപ്പോ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇവിടുന്ന് ലൈറ്റ് വരുന്നു. ഇത് ഗ്ലാസും ഇത് എയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒരു ലംബം വരച്ചാൽ ലംബത്തിനോട് ചേർന്നിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് നമ്മൾ ആദ്യത്തെ പോയിന്റ്? എന്താണ്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റേറർ മീഡിയം, സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ ഇറ്റ് ഡീവിയേറ്റ്. ഇത് എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റ് ചെയ്യുന്നു ടുവേർഡ്സ് ദ നോർമൽ. അതാണ് ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു നിയമം നോക്കി, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ 2 ചിത്രങ്ങളാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്നും എന്താണ്? റേർ മീഡിയം, സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഇറ്റ് ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കെങ്കിൽ എന്താണ് കൊടുത്തുള്ളത്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു. അപ്പൊ നോക്കുക, വാട്ടർ, ഇത് വെള്ളമാണ്, ഇവിടെയാണ് എയർ, പുറത്തേക്ക് എയർ ആണ്. അപ്പൊ വെള്ളത്തിലൂടെ ഒരു ലൈറ്റ് വന്നിട്ട് ഇവിടെ ഒരു ലംബം നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഈ ലംബത്തിൽ നിന്നും അകലുന്നു, എവേ ഫ്രം ദ നോർമൽ. ഇത്രേ ഉള്ളൂ. മനസ്സിലായ 2 നിയമം. ഈ 2 ചിത്രങ്ങളാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. ഇനി 3ാമത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലംബമായിട്ട് വരുന്ന, നോർമലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈറ്റ് വന്നാൽ അതിനെന്ത് സംഭവിക്കുന്നില്ല? ഡീവിയേഷൻ അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുന്നില്ല എന്ന് ഓർത്തേക്ക്. അപ്പൊ എന്താണ് കൊടുത്തുള്ളത്? ദ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയാസ്. അല്ലെ, നമുക്ക് ആ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയാസിന്റെ മുകൾ ഭാഗത്ത് നോർമൽ ആയിട്ട് വന്നാൽ ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. അപ്പൊ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. ഈ 3 നിയമങ്ങൾ, ഈ 3 നിയമങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് എല്ലാ ഭാഗങ്ങളും ഈ ഒരു 3 നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മക്കൾ, ഇതേ രൂപത്തിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മളെ നിഞ്ചയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, നിഞ്ച 2.0. ഈ നിഞ്ച 2.0യിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ ചേരാൻ, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഓൺലൈൻ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിലവിൽ നിഞ്ച ബാച്ച് ജോയിൻ ചെയ്ത കുട്ടികളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്ന അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോൾ ആ 3 നിയമങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിനകത്തൊന്ന് രേഖപ്പെടുത്തിയാൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. സ്കൂളൊക്കെ തുറന്ന് നല്ല സെറ്റായിട്ട് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 നിയമങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേടാ, ബൈ, ടാറ്റ.